കുമാരനാശാനെ കുറിച്ച് അറിയാനും അദ്ദേഹത്തിന്റെ മഹത്തായ വചനങ്ങൾ, അദ്ദേഹത്തിന്റെ മഹത്തായ സന്ദേശം, സാമൂഹ്യ നവോത്ഥാന സന്ദേശം അറിയുവാനും നമ്മൾ ശ്രമിക്കണം. അതിനുള്ള ഒരു സാഹചര്യം ആണ് ശ്രീനാരായണ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സുരേന്ദ്രൻ സാറും എന്റെ സാരഥികളും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി, ഈ അദ്ദേഹത്തിന് ഒരു സ്മാരകം, കുമാരനാശാന്റെ ഒരു സ്മൃതി മണ്ഡപം പണിയുന്ന കാര്യം നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിക്കേണ്ട, രാജമോഹൻ സാർ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ നല്ല കാര്യമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് കുമാരനാശാനെ കുറിച്ച് അധികം അറിയില്ല. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ടെക്നോളജി സ്ഥാപനത്തിലാണ്, ഡെപ്യൂട്ടേഷനിലാണ്. അപ്പോൾ അവിടെ ഞാൻ മലയാളികളോട്, സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കുമാരനാശാനെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് ഈ ഞായറാഴ്ച. അപ്പോൾ അവർക്കറിയില്ല ആരാണ് കുമാരനാശാൻ എന്നറിയില്ല. മലയാളികളാണ്, ഇവിടെ ജീവിച്ചു വളർന്നവരാണ്, അവർക്കറിയില്ല കുമാരനാശൻ ആരാണ്. സോ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മഹാരഥന്മാരെ കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. വീണ്ടും നമ്മൾ അത്തരം സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുകയാണ്. 19ാം നൂറ്റാണ്ടിലേക്ക് എന്ന പോലത്തെ ഒരു സാഹചര്യം വീണ്ടും ഇപ്പോൾ സംജാതമാവുകയാണ്. യുദ്ധക്കൊതി ഇപ്പോൾ നമുക്കറിയാം, പശ്ചിമേഷ്യയിലും അതുപോലെ റഷ്യ ഉക്രൈൻ തമ്മിലുള്ള യുദ്ധങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാർക്ക് മറ്റുള്ള ഒരാളെ സഹിക്കാൻ കഴിയുന്നില്ല, ക്ഷമയില്ല. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടു, പൂക്കോട് വെറ്ററിനറി കോളേജിൽ ഒരു വളരെ നല്ലൊരു വിദ്യാർത്ഥിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എത്ര ക്രൂരമായിട്ട് നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് പെരുമാറാൻ സാധിക്കുന്നു എന്നൊരു കാര്യം നമ്മൾ ആലോചിക്കുക. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം വീണ്ടും ഉടലെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ നമ്മൾ അതിനെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് നീങ്ങണമെങ്കിൽ നമ്മുടെ മഹാരഥന്മാർ, സാമൂഹിക ചിന്തകന്മാർ, അവരുടെ എല്ലാം സവിശേഷമായ ഉദ്ബോധനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കും. സ്നേഹമാണ് ഇതിനെല്ലാം വേണ്ടിയിരിക്കും. കുമാരനാശൻ പറഞ്ഞ മനുഷ്യ സ്നേഹത്തിന്റെ വിവക്ഷ വളരെ വലുതാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നുള്ള അദ്ദേഹം സാരോട് പറയുകയുണ്ടായി. അതുപോലെ ദുരവസ്ഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ എട്ടല്ലഹോ ജാതിക്കോ മരങ്ങൾ. ഇങ്ങനെയുള്ള ആൾക്കാർ വസിക്കുന്ന സമൂഹത്തിൽ എങ്ങനെ പുരോഗതി സാധ്യമാണ്? അതാണ് അദ്ദേഹം ചെയ്തത്. അത്തരം ആൾക്കാരോട് അദ്ദേഹം പറഞ്ഞു, മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയം അതല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ എന്ന ദുരവസ്ഥയിൽ അദ്ദേഹം പറയുകയുണ്ട്. അതുപോലെ സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാൻ കുറച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആശാൻ കാലാധിപത്യയായ ഒരു സ്നേഹ ഗായകനാണ്, സ്നേഹശക്തിയിൽ സ്നാനം ചെയ്ത കവി കൂടിയാണ്. പ്രൊഫസർ അയ്യപ്പ പണിക്കർ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: ആശാന്റെ മഹാകവിത്വത്തിന്റെ വിജയ പതാക പാറുന്ന കുംഭഗോപുരങ്ങളായ വീണപൂ മുതൽ കരുണ വരെയുള്ള കാൽപ്പനിക കാവ്യങ്ങൾ സ്നേഹഭാവാധിഷ്ഠിതങ്ങളായ മനുഷ്യ കഥാനുഗാനങ്ങളാകുന്നു. വളരെ മനോഹരമായ ഭാഷയിൽ അദ്ദേഹം ഇവിടെ സംഗ്രഹിച്ചിരിക്കുകയാണ്. ഓരോ കവിത നോക്കിയാലും, സാർ ഇവിടെ പല കവിതകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആവശ്യ സീത, അതുപോലെ നളിനി, ലീല, പിന്നെ ചണ്ടാലമുഷ്ടി, കരുണ, വിചിത്ര വിജയം, ഇങ്ങനെ ധാരാളം കൃതികൾ ഈ മഹാരഥനിൽ നിന്ന് നമുക്ക് ലഭിച്ചു. അദ്ദേഹം മഹാകാവ്യം എഴുതിയിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു മഹാകാവ്യമാണ്. അദ്ദേഹത്തിന്റെ സന്ദേശം ഒരു മഹാകാവ്യമാണ്. ആ മഹാകാവ്യത്തിൽ ഓരോ ഉദ്ധരണിയും, ഓരോ ശീലുകളും നമുക്ക് ഓരോ ദിവസം ഊർജം നൽകുന്ന കാര്യങ്ങൾ. അതിലെല്ലാം അന്തർലീനമായിരിക്കുന്ന, അടിസ്ഥാനമായിരിക്കുന്ന തത്വമാണ് സ്നേഹം. അദ്ദേഹം ധാരാളം സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ സ്നേഹം എന്ന് പറയുന്നാൽ അനുകമ്പയാണ്, ആത്മീയതയാണ്, പരസഹായം അതിൻ്റെ ഒരു പര്യായമാണ്, ആത്മനിർവൃതിയാണ്, പരിശുദ്ധമായ പ്രണയമാണ്, തത്വശാസ്ത്രമാണ്, മൃദുലമായ ഒരു ഹാസ്യമായ ഒരു സങ്കല്പം. ഇതെല്ലാം അദ്ദേഹത്തിന്റെ വരികളിലൂടെ, വളരെ ഉദാത്തമായ, വളരെ മനോഹരമായ വരികളിലൂടെ, ആ വരികൾ സാറിവിടെ അപഗ്രഥിക്കുകയുണ്ടായി. ഓരോ വരി വായിക്കുമ്പോഴും നമുക്കതിന്റെ അർത്ഥം, അത് അദ്ദേഹം എന്ത് വിവക്ഷിച്ചിരുന്നു, എങ്ങനെ ചിന്തിച്ചിരുന്നു, ഒരു സമൂഹം, മുന്നിൽ കാണുന്ന ഒരു സമൂഹത്തിന് വേണ്ട സന്ദേശമായി അതെങ്ങനെ ഉണ്ടാകണം എന്ന് അദ്ദേഹം ഇവിടെ പറയുകയുണ്ട്. അപ്പൊ ഇത്തരം പല രീതികളിൽ അദ്ദേഹം സ്നേഹത്തെ വിവക്ഷിക്കുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ 2-3 കാര്യങ്ങൾ, ശകലങ്ങൾ ഞാൻ ഇവിടെ പറയുകയാണ്. അദ്ദേഹത്തിന് അനുകമ്പ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീനാരായണ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ: അൻപാർന്നവരുണ്ടോ, പല വിജ്ഞാനികളുണ്ടോ,
വമ്പാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗുരുവിനെ കുറിച്ച്. അവിടെ ആദ്യം തുടങ്ങുന്നതിന് അൻപിനെ കുറിച്ചാണ്. അൻപാർന്നവരുണ്ടോ? അപ്പോൾ നമ്മുടെ സമൂഹത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നമുക്ക് സഹോദരരേഖ ലഭിക്കും, നമ്മുടെ സമൂഹത്തിൽ സമത്വം ഉണ്ടാകും. അങ്ങനെയുള്ള വിവക്ഷയാണ് അദ്ദേഹം നൽകിയത്.